പശ്ചിമബംഗാളിലും നാളെയാണ് വോട്ടെണ്ണൽ. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് തുടർഭരണം ലഭിക്കുമോ എന്ന് നാളെ അറിയാം. അതിനിടെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. ഈ മാസം 21-നാണ് വോട്ടെടുപ്പ് നടക്കുക. 24-ന് വോട്ടെണ്ണും. ശ്രീനാഥ് ചന്ദ്രനുണ്ട് കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീനാഥ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഫാൽത്തയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ഫ്രഷ് പോളിംഗ് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. 21-ാം തീയതി അവിടെ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 24-ാം തീയതി അവിടെ ഫലം വരികയും ചെയ്യും. ഇത് തൃണമൂലിന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ഡയമണ്ട് ഹാർബർ ലോക്സഭാ മണ്ഡലത്തിനകത്താണ് ഈ ഫാൽത്ത നിയമസഭാ മണ്ഡലം വരുന്നത്. ഡയമണ്ട് ഹാർബർ എന്നത് അഭിഷേക് ബാനർജിയുടെ മണ്ഡലമാണ്. അവിടെ തൃണമൂലിന് വലിയ ശക്തിയുള്ള ഒരു മേഖലയാണ്. അവിടെയാണ് ഈ തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക്, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതിന് പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഗുരുതരമായ, അതീവ ഗുരുതരമായ ചില തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ അവിടെ നടന്നു എന്നതാണ്. അവിടെ ഈ രണ്ടാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. ആ സമയത്ത് വലിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായ ഒരു മേഖലയാണ്. അവിടെ ഈ പോളിംഗ് മെഷീനിൽ ചിഹ്നം മറച്ചു എന്ന അടക്കമുള്ള പരാതികൾ ഉയർന്ന ഒരു മേഖല ഫാൽട്ടയായിരുന്നു. മാത്രമല്ല, ഇന്നലെ അവിടെയുള്ള ചില വോട്ടർമാർ സംഘടിച്ച് അവിടുത്തെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രതിഷേധം നടത്തുകയും പിന്നീട് കേന്ദ്ര സേനയ്ക്ക് ഇടപെട്ട് അവരെ പിന്തിരിപ്പിക്കുകയൊക്കെ വേണ്ടി വന്നു. ജഹാംഗീർ ഖാൻ എന്നത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രബലനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ പല ക്രിമിനൽ കേസുകളുമൊക്കെ ഉള്ളതാണ്. അദ്ദേഹം പലരെയും ഭീഷണിപ്പെടുത്തുന്നു എന്ന പരാതി ഉയർന്നിട്ടുണ്ട്. ഈ ഒരു പല സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഫാൽട്ടയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. പിന്നാലെ അഭിഷേക് ബാനർജി അതിവൈകാരികമായ ഒരു ഫേസ്ബുക്ക് എക്സ് പോസ്റ്റൊക്കെ പങ്കുവെക്കുകയും ചെയ്തു. അതിൽ അദ്ദേഹം പറയുന്നത് 10 ജന്മം എടുത്താലും BJPക്കോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കോ ഫാൽട്ടയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ്. ദില്ലിയിൽ നിന്ന് ഇനിയിപ്പോൾ പുതിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരും, ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരൂ, എന്നാൽ പോലും ഡയമണ്ട് ഹാർബർ മോഡൽ മാറാൻ പോകുന്നില്ല എന്നൊരു പോസ്റ്റും അവർ നൽകുകയുണ്ടായി. ഏതായാലും വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ ബംഗാളിൽ ഏതാണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന കണക്കെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എക്സിറ്റ് പോൾ BJPക്ക് ഒരല്പം മുൻതൂക്കം പ്രവചിക്കുന്നുണ്ടെങ്കിലും ആ തരത്തിലാവാൻ സാധ്യതയില്ല. വലിയൊരു മാർജിനിൽ ഒരു വിജയം BJPക്ക് വിജയിച്ചാൽ പോലും കിട്ടില്ല എന്ന ഒരു സൂചനയാണ് ഉള്ളത്. അതുകൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. കഴിഞ്ഞ ദിവസം ചില രാഷ്ട്രീയ നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. മമതാ ബാനർജി നേരിട്ട് ഈ വോട്ടിംഗ് മെഷീനിൽ വോട്ടെടുപ്പിന് ശേഷം തിരിമറി നടത്താനുള്ള സാധ്യതയുണ്ടെന്ന് ആരോപിക്കുന്നു. ഒരു വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ച ഇടത്തേക്ക് അവർ പോകുന്നു. പിന്നാലെ ഉണ്ടാകുന്ന സംഘർഷങ്ങളൊക്കെ കണ്ടതാണ്. ആ തരത്തിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ ചില നിയമ പോരാട്ടങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി അടക്കം അവിടെയുണ്ട്. ഏതായാലും ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന കണക്കെയാണ് ബംഗാളിൽ പോകുന്നത്. ആദ്യമായി BJP ബംഗാളിൽ അധികാരം പിടിക്കുമോ, ഇനിയല്ല വീണ്ടും ഒരിക്കൽ കൂടി തൃണമൂൽ അധികാരം നിലനിർത്തുമോ എന്ന ചോദ്യത്തിന് ആകാംക്ഷയോടെയാണ് ഇത്തവണ എല്ലാവരും കാത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.